ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറയുന്നു കേക്ക്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അവരുടെ തല്ലുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. വാ അമ്മേ. മോളെ മോളെ സീതേ സീതേ നിക്ക്. മാഡത്തിന്റെ രീതി എങ്ങനെയാ? അവരങ്ങനത്തെ ഒരു സ്ത്രീയാണെങ്കിലേ ഞാൻ അതിനപ്പുറവാ. എന്റെ അമ്മയെ കൈ വെച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നതേ ഇത് അവരുടെ വീടായതുകൊണ്ടാ. ഇല്ലെങ്കിൽ ആ കൈ ഞാൻ ഒടിച്ചേനെ. സീതേ, ഞാൻ പറയുന്നത് നീ എങ്കിലും ഒന്ന് കേക്ക്. ഒരാവേശത്തിന് ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വലിയ മണ്ടത്തരാ. ഈ നാട് നിങ്ങൾക്ക് പുതിയതാ, ഇവിടുത്തെ ആളുകളും. ദേ, നിന്റെ മോളെ ലക്ഷ്മിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. അതുവരെയെങ്കിലും ഇവിടെ നിക്ക്. തെരുവിൽ കിടന്നാലും വേണ്ടില്ല ചന്ദ്രേച്ചി. അവരുടെ തല്ലുകൊണ്ട് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അമ്മ വാ. വാ അമ്മേ. സീതേ 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 നിക്ക്. സീതേ പോകരുത്. അമ്മ അമ്മ എന്തൊക്കെയാ പറ. വാ വാ മോളെ വാ. ചന്ദ്രലേഖ, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനിപ്പോ വരാം. ആരാ അത്? അത് എന്റെ കൂട്ടുകാരി മകളുവാ. വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമല്ലേ, അപ്പൊ ഒരു സഹായത്തിന് അവരെ കൂടി കൊണ്ടുവന്നതാ. അവരെ കൂടി ഇവിടെ നിർത്തിക്കോട്ടെ മാഡം. നിർത്തിക്കോ. ആ പെണ്ണിന് കുറച്ച് അഹങ്കാരം കൂടുതലാ. അത് മാറ്റിയിട്ടേ അവളെ ഞാൻ ഇവിടുന്ന് വിടൂ. മാഡം സമ്മതിച്ചു. നിങ്ങളോട് ഇവിടെ നിന്നോളാം മാഡം പറഞ്ഞു. വാ, അകത്തേക്ക് വാ. എന്റെ അമ്മയെ എന്റെ കൺമുന്നിൽ വെച്ച് കൈനീട്ടി അടിച്ച ഇവിടുത്തെ കൊച്ചമ്മയെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചന്ദ്രേച്ചി എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി അവരോട് അപേക്ഷിക്കാൻ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ പൊക്കോളാന്ന്. ഇവരുടെ അടിമേറ്റ് കഴിയുന്നതിലും നല്ലത് കടവരാന്ത് തന്നെയമ്മേ. അതൊക്കെ മോക്ക് ഇപ്പൊ തോന്നും. ഒരു ദേഷ്യത്തിന് ഇറങ്ങിപ്പോയാ നിങ്ങക്ക് ഒരിടവും ഇല്ലാതാവും. ആരും സഹായിക്കാനില്ലാത്തതിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. അത് നിന്നേക്കാളും നന്നായി നിന്റെ അമ്മയ്ക്കും എനിക്കും അറിയാം.